യു പിയിലെ ഒരാൾ എന്നോട് പറഞ്ഞു, പന്നാ പ്രമുഖ്, അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനൊരു സംഭവമൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. പന്നാ പ്രമുഖ് എന്ന് പറഞ്ഞാൽ ഒരു വോട്ടർ പട്ടികയിലെ ഒരു പേജ്, ആ ഒരു പേജിൻ്റെ ഇൻചാർജായിട്ട് ഒരാളുണ്ടാകും. ഈ പേജിൽ 40 പേരുകളാണ്. ഈ 40 പേരെ സമ്പർക്കം ചെയ്യുന്നത് ഇയാളുടെ പണിയാണ്. അത് പോരാ എന്ന് പറഞ്ഞിട്ട് അർദ്ധ പന്നാ പ്രമുഖ് ഉണ്ടാക്കിയവർ, പകുതി മതി, വോട്ടേഴ്സ് ലിസ്റ്റിലെ ഒരു പേജിൻ്റെ പകുതി എന്ന് വെച്ചാൽ 20 പേരെ സമ്പർക്കം ചെയ്താൽ മതി. അങ്ങനെ ചെയ്തു. പക്ഷേ ഇത്തവണ ഈ പന്നാ പ്രമുഖ് ഇറങ്ങിയില്ല. കാരണം ആയേഗാ തോ മോദി, ആപ്കി ബാർ 400 പാർ, അരെ ഹോ ജായേഗ, ക്യോ ഈ ധൂപ് മേ കഹാ ജാനാ, എന്തൊരു വെയിലാണ്. ആൻഡ് യു ഹാഡ് ഇറ്റ്. മധ്യപ്രദേശുകാർ ഇത് കൃത്യമായിട്ട് ചെയ്തു. കേരളത്തിൽ ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് പോലും ആരും അറിഞ്ഞിട്ടില്ല കേട്ടോ. പന്നാ പ്രമുഖ ഇത് ത്രിപുരയിൽ തുടങ്ങിയതാണ്. ത്രിപുര അട്ടിമറി വിജയം, ആദ്യത്തെ വിജയം ഉണ്ടല്ലോ, അത് ഈ പന്നാ പ്രമുഖാണ്. ഒരു പേജ് കീറിയിട്ട് കയ്യിൽ കൊടുക്കുന്നു. ഈ പേജിലുള്ള ആൾക്കാരെ മാത്രം നീ കോണ്ടാക്ട് ചെയ്ത്, നീ കൂടുതലൊന്നും ചെയ്യണ്ട. ഇവനെടുത്ത്, ചേട്ടാ ഇത് മുഴുവൻ CPM നീ പോയി സമ്പർക്കം ചെയ്. ആദ്യം ചെല്ലുമ്പോൾ എന്താ, ഞാൻ BJP എന്നാണ്, പോ കയറ്റില്ല, അകത്തേക്ക് കയറ്റില്ല. രണ്ടാമത് ചെല്ലും. രണ്ടാമത് ഇപ്പോൾ പറഞ്ഞതല്ലേ ഇവിടെ വരരുത് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അയാളുടെ ഭാര്യ പറയും, മുറ്റത്ത് വന്ന് നിൽക്കുന്നവനോട് ഇങ്ങനെയൊക്കെ പറയാതെ നീ പൊടി എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വിട്ടു. മൂന്നാമതും ചെന്നു. മൂന്നാമത് ചെന്ന് കഴിയുമ്പോൾ ഒരു മനുഷ്യനെ എത്ര തവണ അപമാനിക്കും. എന്താ മോനെ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വരരുത്, ഞങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ്. ചേട്ടൻ കമ്മ്യൂണിസ്റ്റാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നത്. ഞാൻ തരുന്ന ഇതൊന്ന് വായിച്ചു നോക്ക്, സൗകര്യമുള്ളപ്പോൾ ഒന്ന് വായിച്ചു നോക്ക്. 2 വർഷം നടന്ന ക്യാമ്പയിനാണ് കേട്ടോ ത്രിപുരയിൽ. 2 years. എത്ര തവണ ഇവർ ആ വീട്ടിൽ പോയി കാണും. അവസാനം എന്ന് പറഞ്ഞത് ശരിയാണല്ലോ. ആദ്യത്തെ കടലാസിൽ ഇവൻ ബോണ്ട വെച്ച് പൊളിച്ച് തിന്നു. രണ്ടാമത്തെ കടലാസ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഹെഡ്ലൈനെങ്കിലും വായിക്കുമല്ലോ. മൂന്നാമത്തേതായി, നാലാമത്തേതായി പിന്നെ സീരിയസ് ആയിട്ട് വായിച്ചു. അല്ല, ഇയാൾ വായിച്ചില്ലെങ്കിൽ ഇയാൾ ജോലിക്ക് പോയി കഴിയുമ്പോൾ ഭാര്യ വീട്ടിലിരുന്ന് വായിച്ചു. രാത്രി പറയും, അവർ പറഞ്ഞതിനകത്ത് കാര്യമുണ്ട് കേട്ടോ, നമ്മളിങ്ങനെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്നൊക്കെ പറഞ്ഞ് തലയണ മന്ത്രം. 2 years ദ ഹോൾ CPM വാനിഷ്ഡ്. ഇപ്പോൾ വെള്ളം കുടിക്കുകയാണ്. ഇതാണ് പന്നാ പ്രമുഖിൻ്റെ ഇത്. അത് ഇത്തവണ BJP സീരിയസ് ആയിട്ട് ചെയ്തില്ല. നമുക്ക് ഈ വലിയ വിജയം കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു ആലസ്യം വരും. ഇനിയിപ്പോൾ വന്നോളൂന്നേ, ഇനി പ്രശ്നമില്ല. കാരണവരെങ്ങനെയാണെങ്കിലും പുള്ളി തോക്കുന്ന ലക്ഷണമില്ല. ഇവർ ഈ പറയുന്ന ഈ കാൻഡിഡേറ്റ് മോശം, മറ്റത് മറിച്ചതാണ്. നരേന്ദ്രമോദി UP എന്നല്ലേ മത്സരിച്ചത്, എന്താ മോശം കാൻഡിഡേറ്റാണ്? എന്താ ഭൂരിപക്ഷം കുറയാൻ കാര്യം? അപ്പോൾ കാൻഡിഡേറ്റ് സെലക്ഷൻ മോശം മറ്റതെന്നൊക്കെ പറഞ്ഞു. അതൊന്നും അല്ല അതിൻ്റെ ഫാക്ടർ. അവിടെ ഒന്നും മറ്റേ യോഗി പാരവെച്ചതോ ഒന്നുമല്ല. ദിസ് ഈസ് വാട്ട് ഹാസ് ഹാപ്പൻ. ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളാണ് ബംഗാളിലാണെങ്കിലും UPയിലാണെങ്കിലും സംഭവിച്ചത്. പിന്നെ ഞാനൊരു ഓൾ ഇന്ത്യ തലത്തിൽ ഇങ്ങനെ ഓരോരുത്തരെ, ഗുജറാത്തിൽ എനിക്ക് പരിചയമുള്ളവരുണ്ട്. ഗുജറാത്തിലും ഇതുപോലെ പട്ടി പോലും കയറാത്ത സ്ഥലത്ത് ആണ് ആദ്യത്തെ പൈപ്പ് ലൈനിട്ട് ആദ്യ പ്രോജക്റ്റ് തുടങ്ങുന്നത് ഞങ്ങളാണ്. അവിടെ ചെല്ലുമ്പോൾ ആരും ഉണ്ടാവില്ല. ജീപ്പ് എടുത്തിട്ട് 10 കിലോമീറ്റർ പോയാലേ ഒരു ചായ കുടിക്കാൻ പറ്റുള്ളൂ. തിരിച്ച് 10 കിലോമീറ്റർ ഓടിച്ച് കഴിയുമ്പോൾ ആ വെയിലത്ത് ഈ കുടിച്ച ചായ ആവിയായി പോകും. പിന്നെ ചായ വേറെ കുടിക്കണമെന്ന് തോന്നും. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ഐ ഹാവ് കോണ്ടാക്ട്സ്. ഞാൻ അത് വെച്ചിട്ട് ബാക്കി സ്റ്റേറ്റുകളൊന്നും അല്ല ഞാൻ പറയുന്നത്, UPയും ബംഗാളും ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നു. ഐ ആം ടെല്ലിങ് യു ഫ്രം മൈ എക്സ്പീരിയൻസ് ആൻഡ് മൈ കണക്ഷൻ ദാറ്റ് ഓൾ ദിസ് ഇസ് ബങ്കം. ഇപ്പോൾ ഈ മീഡിയയിൽ പരത്തുന്നത് ഇവർ തമ്മിൽ വഴക്കാണ്, അവനെ പാരവെച്ചു മറ്റേ ഇത് എന്നൊക്കെ വെറുതെയാണ്.